മറ്റ് വാർത്തകൾ നടക്കാം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത യൂണിടാക് ബിൽഡേഴ്സ് MD സന്തോഷ് ഈപ്പനെ വിശദമായി ഇ ഡി ഇന്നും ചോദ്യം ചെയ്യും. PMMLA കേസ് പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് 3 ദിവസത്തെ ഇ ഡി കസ്റ്റഡി അനുവദിച്ചത്. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. സന്തോഷ് ഈപ്പനെ തിങ്കളാഴ്ച രാത്രി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ 1-ാം പ്രതിയാണ് സന്തോഷ് ഈപ്പൻ. ലൈഫ് മിഷൻ പദ്ധതിയുമായി സഹകരണ കരാറിൽ ഒപ്പിട്ട UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് വഴി ലഭിച്ച 7.25 കോടി രൂപയിൽ 3.8 കോടി രൂപ കോഴയായി നൽകിയിട്ടുണ്ടെന്നും സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ രൂപ കരിഞ്ചന്തയിൽ നിന്ന് ഡോളറാക്കി മാറ്റി UAE കോൺസുലേറ്റിലെ മുൻ അക്കൗണ്ടന്റും ഈജിപ്ഷ്യൻ പൗരനുമായ ഖാലിദ് ഷൗക്രിക്ക് നേരിട്ട് നൽകിയെന്നായിരുന്നു സന്തോഷ് മൊഴി നൽകിയത്. അതേസമയം തന്റെ ലോക്കറിൽ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്ത 1 കോടി രൂപയും ലൈഫ് മിഷൻ ഇടപാടിൽ ലഭിച്ച കമ്മീഷനാണെന്നും ഇത് M ശിവശങ്കറിന്റെ പണമാണെന്നുമാണ് സ്വപ്നയുടെ ആരോപണം. ഇത്തരമൊരു പണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നാണ് M ശിവശങ്കർ മൊഴി നൽകിയത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ M ശിവശങ്കറിന്റെ പങ്ക് ആഴത്തിലുള്ളതാണെന്നാണ് EDയുടെ ആരോപണം. ഈ കേസിൽ M ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചെന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ ചാറ്റുകളിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ പേരും പരാമർശിച്ചിരുന്നു. ഇതേ തുടർന്ന് 2 ദിവസങ്ങളിലായി CM രവീന്ദ്രനെ വിശദമായി ED ചോദ്യം ചെയ്തിരുന്നു. ലൈഫ് മിഷൻ UV ജോസിനെയും M ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് വേണുഗോപാലിനെയും ED ചോദ്യം ചെയ്തിരുന്നു. 140 അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കാൻ UAE കോൺസുലേറ്റും യൂണിടാക് ബിൽഡേഴ്സും തമ്മിൽ കരാറിലേർപ്പെട്ടത് 2019 ജൂലൈ 31-നായിരുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ നിലവിൽ M ശിവശങ്കറും സന്തോഷ് ഈപ്പനുമാണ് അറസ്റ്റിലായത്. വരും ദിവസങ്ങളിൽ സ്വപ്ന സുരേഷ്, PS സരിത്, സന്ദീപ് നായർ എന്നിവരും അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.